ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ മണി പ്ലാന്റ് കൊണ്ടുള്ള ഒരു 3 ഗാർഡൻ ഐഡിയ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിത് ആദ്യം വളർത്തിയെടുത്ത മണി പ്ലാന്റ്സ് ആണ്. എല്ലാ മണി പ്ലാന്റ്സും ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 4 വെറൈറ്റി പോത്തോസാണ് ഇതിലുള്ളത്. ഗോൾഡൻ പോത്തോസ്, നിയോൺ പോത്തോസ്, എൻജോയ് പോത്തോസ്, മാർബിൾ പോത്തോസ്. അപ്പോൾ എല്ലാതും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭംഗിയില്ലാത്തതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്ത ഒരു ഐഡിയ ആണിത്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് പാക കട്ട കുത്തിയിട്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ അതിൽ നിന്ന് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ഇങ്ങനെ മാറ്റി വെക്കാൻ പോകുകയാണ്. ഞാനിപ്പോൾ ഇതെല്ലാതും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഐഡിയ ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള കുറച്ച് ഹുക്സുകളാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ഷീറ്റാണ് മേടിച്ചിട്ടുള്ളത്. ഇതിന് വെറും 27 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. ഞാനിത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പില്ലറിനാണ്. അപ്പോൾ നമുക്ക് ഈ മണി പ്ലാന്റ് ഏത് ഷേപ്പിലാണോ വെക്കേണ്ടത് നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ച് ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ എവിടെയാണോ നമുക്ക് സ്റ്റിക്ക് ചെയ്യേണ്ടത് ആദ്യം തന്നെ പോത്തോസ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് എവിടെയാണോ നമുക്ക് സ്റ്റിക്ക് ചെയ്യേണ്ടത് അവിടെ ചെറുതായിട്ടൊരു മാർക്കിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ഹുക്കിലേക്ക് നമുക്ക് ഈ പോത്തോസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പക്ഷേ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ ഇത് താഴേക്ക് തന്നെ വീഴും. അപ്പോൾ നമ്മളായ കൂർത്ത് നിൽക്കുന്ന ഭാഗം ഒന്ന് അമർത്തി കൊടുത്താൽ മതി. പിന്നെ ഇത് താഴെ വീഴില്ല. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. ഏത് ഷേപ്പിലും നമുക്ക് ഈ പോത്തോസിനെ മാറ്റിയെടുക്കാൻ പറ്റും. പില്ലറിൻ്റെ ഷേപ്പ് അനുസരിച്ചാണ് നമുക്കിത് പറ്റുക. അപ്പം ഞാനിപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഹുക്കൊന്ന് നമ്മൾ ഈ പോത്തോസ് വെച്ച് കൊടുത്തതിന് ശേഷം അമർത്തി കൊടുത്താൽ മതി. അത് നല്ല സ്റ്റഡി ആയിട്ട് തന്നെ അവിടെ ഇരുന്നോളും. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു വന്നപ്പോൾ പോട്ടിൻ്റെ താഴെ ഒന്നുമില്ലാത്തതുപോലെ തോന്നി. അപ്പോൾ ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി മണി പ്ലാന്റ്സ് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതും നല്ല ബുഷിയായിട്ട് വളർന്നു വന്നാൽ നല്ല ഭംഗിയുണ്ടാകും കാണാൻ. നെക്സ്റ്റ് നമ്മുടെ ഗാർഡനെ മനോഹരമാക്കി തീർക്കുന്ന വേറൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ കയ്യിൽ ആദ്യമേ ഞാൻ ഇങ്ങനെ നട്ട് വളർത്തിയിരുന്ന ഒരു മണി പ്ലാന്റ് ആണ്. അതും ഇങ്ങനെ കട്ട കുത്തി വന്നപ്പോൾ ഒന്നും ഒരു ഭംഗിയില്ല കാണാൻ. അപ്പോൾ ഞാനിവിടെ ഷീറ്റ് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തൂണാണ് ഈ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് അതുമൊന്ന് നമ്മളെ കയറ് ചുറ്റിയിട്ട് അതുമ്മക്ക് നേരെ പടർത്തി കൊടുത്തു. അപ്പോൾ അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു സിമ്പിളായിട്ട് പറ്റുന്നൊരു വർക്കാണ്. പക്ഷെ അത് നമ്മുടെ ഗാർഡനെ ഇത്തിരി ഭംഗിയുള്ളതാക്കി തീർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചെയ്തത് ഈ ഒരു വർക്കാണ്. ഇത് ചെറിയൊരു പൈപ്പിൻ്റെ പീസാണ്. അതുമ്മ ഞാനൊരു കയറ് ചുറ്റിയിട്ട് ഇതുപോലെ പോത്തോസ് ഇങ്ങനെ ചുറ്റി വെച്ചു. ഈ ഭാഗത്ത് ഞാനൊരു ചെറിയ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എൻട്രൻസ് പോലെയാണ് ഞാനിത് ചെയ്തത്.
പക്ഷെ ചെയ്തു വന്നപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇതൊരു ചെറിയ വീഡിയോ ആണ്, പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ഐഡിയാസും കൂടിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എല്ലാ കമൻസുകളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.